ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അവ ബീറ്റ്സിൻ്റെ മറ്റൊരു വെറൈറ്റി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫിഷ് വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഷ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്കൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഞാൻ ഈ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് കരിഞ്ഞു പിടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മുഴുവനായും മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതിലേക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ഫിഷ് ഇതിൽ കിടന്ന് ആ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഒന്നും ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത ശേഷം ഇതങ്ങ് മാറ്റി വയ്ക്കണം. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന ബട്ടർ ഉണ്ടല്ലോ, നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ, ആ ബട്ടറിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3 പച്ചമുളകും കൂടി ചെറുതായി മുറിച്ചതാണ്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബട്ടറിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കൊരു 6 ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടി ചെറുതായി മുറിച്ചാണ്, അതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലിട്ടിട്ട് നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കിതിലേക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഇതൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ബട്ടറും, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമ്മളിതിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഈ റെസിപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട്. മത്തനില നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് ഊറ്റിയെടുത്താണ്. വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഈ മത്തനില നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മത്തനില കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫാണ് കേട്ടോ. എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ ബട്ടറിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമൽ ഒരു ഫിഷ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കില്ല. ഈ മത്തൻ്റെ ഇലയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.